എല്ലാവർക്കും ഓക്കെ. എല്ലാവർക്കും ബുക്കും ടൂളൊക്കെ കിട്ടിയിട്ടുണ്ടോ? ഓക്കെ, ബുക്കും ടൂളൊക്കെ കിട്ടിയിട്ടുണ്ട് അല്ലേ? ഓക്കെ. അദബിയ, സഫ്ന ഷാക്കിർ, റസ്മീൻ. ഹനാൻ പോയോ? ഹനാൻ ക്യാമറ ഓൺ ചെയ്യണേ. ഓക്കെ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാ പഠിച്ചേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാ പഠിച്ചേ? ഹലോ 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 കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാ പഠിച്ചേ? എന്താ ഒന്നും മിണ്ടാത്ത? ഒന്നും പഠിച്ചില്ലേ? അദബിയ ഒന്ന് പറഞ്ഞേ, എന്താ പറഞ്ഞേ? എന്തൊക്കെയാ നമ്മൾ പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സില്? ബുക്ക് എടുത്ത് പിന്നെ വൺസും ടെൻസും 100 അതെല്ലാം പറഞ്ഞു. ഓക്കെ. ഏത് പേജ് നമ്പർ വരെയാണ് ചെയ്തത്? 2. പേജ് നമ്പർ 2 വരെയാണ് ചെയ്തത് അല്ലെ? 3 ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നു അല്ലെ? ഓക്കെ. വൺസ് റോഡ്, ടെൻസ് റോഡ് ഒക്കെ ക്ലിയർ അല്ലേ? ഇനി ആർക്കും ഡൗട്ട് ഇല്ലല്ലോ? ഹസ്ന ഷാക്കിർ, റസ്മീൻ അലി, ഇല്ലല്ലോ? ആർക്കും ഡൗട്ട് ഇല്ലല്ലോ ഇനി വൺസ് റോഡും ടെൻസ് റോഡും? എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോ 3rd പേജ് ഹോംവർക്ക് ചെയ്തോ? ഓക്കെ. അപ്പൊ അബാക്കസ് ടൂൾ ഹോൾഡ് ചെയ്യുന്ന എങ്ങനെയാന്ന് പഠിച്ചോ നമ്മള്? പഠിച്ചു അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, അദബി ഒന്ന് പറഞ്ഞേ, ആഡ് 4 ചെയ്യാൻ ഏത് ഫിംഗറാന്ന്? തമ്പ്. ഓക്കെ. ലെസ് 4 ചെയ്യാനോ? ലെസ് 4 ചെയ്യാൻ ഇൻഡെക്സ്. ഓക്കെ. ആഡ് 5 ചെയ്യാന്? ആഡ് 5 ചെയ്യാന് തമ്പ്. അല്ലല്ലേ, ഇൻഡെക്സ്. ലെസ് 5 ചെയ്യാന് എന്ത് തമ്പ്? തമ്പ് നമ്മൾ ആകെ ഒരൊറ്റ ഇതിനെ ചെയ്യുള്ളൂ. ഏതിനെ? ലോവർ ബീഡിൽ ആഡ് ചെയ്യാൻ വേണ്ടി മാത്രം. ബാക്കിയുള്ള ലോവർ ബീഡിൽ ലെസ് ചെയ്യാനും അപ്പർ ബീഡിൽ ലെസ് ചെയ്യാനും ആഡ് ചെയ്യാനും ഇൻഡെക്സ് ഫിംഗർ ആണ് യൂസ് ചെയ്യുന്നത് വൺസ് റോഡില്, റൈറ്റ് ഹാൻഡിൽ. ഓക്കെ. ഇനി ഹനാൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ആഡ് 2 ചെയ്യണമെങ്കിൽ എന്താ ചെയ്യാ? ഏത് ഫിംഗർ യൂസ് ചെയ്യാ? ആഡ് 2. ഒന്ന് ടൂളിൽ ഒന്ന് 2 ആഡ് ചെയ്തിട്ട് നോക്കിയേ. ലെസ് 2 ചെയ്യാന് ലെസ് 2 ചെയ്യാൻ ഏത് ഫിംഗറാ? ഇൻഡെക്സ്. ആഡ് 5 ചെയ്യാന് ഇൻഡെക്സ്. ലെസ് 5 ചെയ്യാന് ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇനി ഐറ മെഹറിൻ എന്ന് പറഞ്ഞ ആഡ് 3 ചെയ്യാൻ ഏത് ഫിംഗറാ? ഐറ മെഹറിൻ ആഡ് 3 ചെയ്യാൻ ഏത് ഫിംഗറാ? ലെസ് 3 ചെയ്യാന് ലെസ് 3. തമ്പ് നമ്മൾ ലോവർ ബീഡിൽ ആഡ് ചെയ്യാൻ മാത്രമേ യൂസ് ചെയ്യൂ. ലെസ് 3 ചെയ്യാന് എങ്ങനാ?
index finger, ഓക്കെ ആഡ് 5 ചെയ്യാന് index, ലെസ് 5 ചെയ്യാന് thumb, ലെസ് 5 ചെയ്യാന് 5 അപ്പർ ബീഡിലല്ലേ അപ്പർ ബീഡില് ആഡ് ചെയ്യാനും ലെസ് ചെയ്യാനും ഇൻഡെക്സ് ഫിംഗർ ഓക്കെ okay, ഓക്കെ ഇനി റസ്മിൻ അലി ഒന്ന് പറഞ്ഞേ ആഡ് 4 ചെയ്യാൻ ഏത് ഫിംഗറാ thumb, ലെസ് 4 ചെയ്യാന് index, ആഡ് 5 ചെയ്യാന് index, ലെസ് 5 ചെയ്യാന് index, ഓക്കെ വെരി ഗുഡ് സോയ ഒന്ന് പറഞ്ഞേ ആഡ് 1 ചെയ്യാന് index, ആഡ് 1 ഓക്കെ ലെസ് 1 ചെയ്യാന് ലെസ് 1 ചെയ്യാന് ഇൻഡെക്സ് ഫിംഗർ ആഡ് 5 ചെയ്യാന് index, ലെസ് 5 ചെയ്യാന് 5 എവിടെയാ ഉള്ളേ ലോവർ ബീഡിലാണ് അപ്പർ ബീഡിലാണ് 5 ഉള്ളേ upper, ഓക്കെ അപ്പർ ബീഡില് ലെസ് ചെയ്യാനും ആഡ് ചെയ്യാനും ഇൻഡെക്സ് ഫിംഗർ ഓക്കെ ഓക്കെ അപ്പൊ ഇനി അതില് ഡൗട്ട് ആർക്കും ഇല്ലല്ലോ ഇപ്പൊ ഇവിടെ ഉള്ളവർക്ക് ഇനി നാളത്തെ ക്ലാസ്സിൽ ഡൗട്ട് കൊണ്ട് കുറെ പേര് വരാനുണ്ട് ഒരുപാട് പേര് ജോയിൻ ചെയ്തിട്ടില്ല ആകെ 5 പേര് മാത്രമേ ജോയിൻ ചെയ്തിട്ടുള്ളൂ ഓക്കെ 5 പേരല്ലുള്ളൂ നിങ്ങള് 5 പേര് ഐന ഖദീജ ക്യാമറ ഓൺ ചെയ്തിട്ടുണ്ടോ ആ ഉണ്ട് അല്ലേ ഓക്കെ ആ അവിടെ ആൾക്കാരുണ്ട് അല്ലേ ഫാത്തിമ ഹെന്ന ഉണ്ട് പിന്നെ ഐന ഖദീജ ഉണ്ട് സോയ ഉണ്ട് ഓക്കെ ഫാത്തിമ ഹെന്നക്ക് ക്ലിയർ അല്ലേ ഫാത്തിമ ഹെന്ന ഒന്ന് പറഞ്ഞേ ആഡ് 4 ചെയ്യാൻ ഏത് ഫിംഗറാ thumb, ആഡ് 4 ചെയ്യാൻ thumb, ഓക്കെ ലെസ് 4 ചെയ്യാൻ index, ആഡ് 5 ചെയ്യാൻ middle, ആഡ് 5 ചെയ്യാൻ നമുക്ക് റൈറ്റ് ഹാൻഡിലാണ് വൺസ് റോഡിൽ ചെയ്യുന്നത് റൈറ്റ് ഹാൻഡിൽ ഇങ്ങനെ പിടിച്ചാൽ പിന്നെ നമുക്ക് മിഡിൽ ഫിംഗർ ഉണ്ടോ നമുക്ക് ഈ 2 ഫിംഗേഴ്സ് അല്ലേ ഉള്ളൂ thumb, ആഡ് 5 ചെയ്യാൻ 5 അപ്പർ റോഡിലല്ലേ അപ്പർ റോഡിലെ ബീഡ് ആഡ് ചെയ്യാനും ലെസ് ചെയ്യാനും ഇൻഡെക്സ് ഫിംഗർ ഓക്കെ okay, ലോവർ ബീഡിലെ 4 1 2 3 4 ഇതിന് തം ഫിംഗർ അപ്പർ ബീഡില് ആഡ് ചെയ്യാനും 5 ആഡ് ചെയ്യാനും ലെസ് ചെയ്യാനും ഇൻഡെക്സ് ഫിംഗർ അതുപോലെ തന്നെ ലോവർ ബീഡിൽ ലെസ് ചെയ്യാന് ഇൻഡെക്സ് ഫിംഗർ ഓക്കെ ഐന ഖദീജ ക്ലിയർ ആണോ എന്നാ പറഞ്ഞേ 4 ആഡ് ചെയ്യാൻ ഏത് ഫിംഗറാ thumb, 4 ലെസ് ചെയ്യാൻ index, 5 ആഡ് ചെയ്യാൻ index, 5 ലെസ് ചെയ്യാൻ index, വെരി ഗുഡ് വെരി ഗുഡ് ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇനി പേജ് നമ്പർ 4 എടുത്തോളൂ പെണ്ണ് ഇങ്ങനെ പിടിക്കാട്ടോ താഴേക്കാവുന്ന രീതിക്ക് ഷാർപ്പ് എഡ്ജ് താഴേക്കാവുന്ന രീതിക്ക് പെണ്ണ് ഇതായി എൽ ഷേപ്പിൽ തന്നെ പിടിക്കാം ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ടൂള് ഹോൾഡ് ചെയ്ത് പിടിക്കാം ഓക്കെ ആ കറക്റ്റ് മെത്തേഡിൽ തന്നെ ബീഡ് മൂവ് ചെയ്യാൻ ട്രൈ ചെയ്യാന്നല്ല അങ്ങനെ തന്നെ ചെയ്യണം ഫസ്റ്റ് ആയിട്ടും ഹന്നാൻ ഫാത്തിമ ക്യാമറ ഓൺ ചെയ്തേ ഫാത്തിമത്ത് ഹന്ന ക്യാമറ ഓൺ ചെയ്തേ ഓക്കെ
അതിൽ ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി ആഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ ഓക്കെ, ഞാൻ ഫസ്റ്റിലെ ഒരു ക്വസ്റ്റ്യൻസ് ഞാൻ കാണിക്കാം കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനാ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ കാണിക്കാം. എങ്ങനാ മാം എന്തുവായിരുന്നു പറഞ്ഞത്? 4th പേജിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എ ബുക്കിലെ 4th പേജിലെ. ഓക്കെ ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് ഇവിടെ ശ്രദ്ധിക്കണം എല്ലാരും. കാണുന്നില്ലേ? ഓക്കെ, കാണുന്നില്ല? കാണുന്നില്ലേ? ക്ലിയർ ആയിട്ട് കാണുന്നില്ല. എന്തു പറ്റി? കാണുന്നില്ല? ബാക്കിയുള്ളവർക്കൊക്കെ കാണുന്നുണ്ടോ? ഇപ്പൊ ഓക്കെ. ഓക്കെ, മോളൊന്ന് ലെഫ്റ്റിലോട്ടൊന്ന് നീക്കിയിട്ട് എന്നെ കാണുന്ന രീതിക്ക് വെച്ചാൽ മതി. എല്ലാരും കൂടി കാണുന്ന ഒരു സ്ഥലത്ത് നിന്ന് എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് കാണൂല. ഒന്ന് ലെഫ്റ്റിലോട്ട് ഒന്ന് സ്ക്രീൻ മൂവ് ചെയ്തേ. കാണാവോ? ഇപ്പൊ വലുതായിട്ട് കാണുന്നുണ്ടോ എന്നെ? ഓക്കെ, അപ്പൊ ഇപ്പൊ കാണുന്നില്ലേ? ഓക്കെ, 4th പേജിലെ എ ബുക്കിലെ 4th പേജിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത്. എല്ലാരും ശ്രദ്ധിക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് ആഡ് 1 നമ്മൾ ഇതാണ് നമ്മുടെ വൺസ് റോഡ് കേട്ടോ. ഈ ഒരു പോയിന്റ് കാണുന്നില്ലേ? ഇതാണ് നമ്മുടെ വൺസ് റോഡ്. ഇത് സെന്ററിലുള്ള റോഡാണ്. നിങ്ങളുടെ ടൂളില് സെന്ററിലുള്ള റോഡ് അത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ നമ്മള് ആഡ് 1 എന്ന് പറയുമ്പോ 1 ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി ആഡ് 3 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 1ക്ക് 3 കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പൊ 3 ആൻസർ കിട്ടിയേ? 4. വെരി ഗുഡ്. ഇനി ലെസ് 1, അപ്പൊ 1 ലെസ് ചെയ്ത് കൊടുക്കുക. ആഡ് 1 നമ്മൾ തം ഫിംഗർ ആയിട്ടും ചെയ്യണം, ആഡ് 3യും തം ഫിംഗർ ആയിട്ടും ചെയ്യണം, ലെസ് 1 നമ്മൾ ഇൻഡെക്സ് ഫിംഗർ ആയിട്ടും ചെയ്യണം. അപ്പൊ നമുക്ക് ആൻസർ എത്ര കിട്ടിയേ? 3. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ആഡ് 4 നമ്മൾ ആഡ് ചെയ്തു. ഇനി ലെസ് 1 നമ്മൾ ഇൻഡെക്സ് ഫിംഗർ വെച്ചിട്ട് ലെസ് ചെയ്യുന്നു. ഇനി 1 ആഡ് 1 നമ്മള് തം ഫിംഗർ വെച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ ആൻസർ എത്ര കിട്ടിയേ? 4. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കിയേ. എന്നിട്ട് ആൻസർ എത്രയാണെന്ന് പറഞ്ഞേ. അതിന്റെ താഴെ 2 കോളംസ് കണ്ട, അതിൽ ഒരു കോളത്തിൽ എഴുതുക. അതിന് താഴെ വരുന്ന കോളം നിങ്ങൾക്ക് എന്തെങ്കിലും റോങ് പറ്റി കഴിഞ്ഞാല് ചെയ്യേണ്ടതാണ്. ഓക്കെ, ടീച്ചർ ആൻസർ 2 അല്ലേ? യെസ്, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം? ആ ഒരു പേജ് നമുക്ക് ഒറ്റയ്ക്ക് ചെയ്താലോ? സ്റ്റാർട്ട് ചെയ്താലോ? ഫിംഗർ മൂവ്മെന്റ്സ് ആരും മറക്കരുത്. ടൂള് ഹോൾഡ് ചെയ്ത് പിടിക്കാം. ആൻഡ് പെന്ന് റൈറ്റ് ഹാൻഡിൽ വെക്കുക. ആഡ് ചെയ്യുക, ലെസ് ചെയ്യുക, ആഡ് ചെയ്യുക, ലെസ് ചെയ്യുക. അപ്പർ ബീഡിൽ ആഡ് ചെയ്യുക, ലെസ് ചെയ്യുക. ഓക്കെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്തോളൂ. മാം എത്രാമത്തെ പേജാ?
പേജ് നമ്പർ 4. എവിടെ ഐറയുടെ ടൂൾ എവിടെ? ആ ടൂള് വെച്ചിട്ട് ടൂളിൽ വേണം ചെയ്യാൻ. ആ പിന്നെ ഓരോ ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും സെറ്റ് 0 ചെയ്യണേ. സെറ്റ് 0 ചെയ്തിട്ട് വേണം. സെറ്റ് 0 ചെയ്യാന്ന് പറഞ്ഞാൽ എങ്ങനെയാന്ന് വെച്ചാല് എങ്ങനെയാ, ഈ രണ്ട് വിരലുകൾ ഈ ഒരു വാല്യൂ ബാറിന്റെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നീക്കി കഴിഞ്ഞാൽ മതി. അപ്പൊ നമുക്ക് ഒരു ബീഡ് പോലും വാല്യൂ ബാറിൽ തട്ടൂല. അതിനാണ് സെറ്റ് 0. വാല്യൂ 0 ആക്കാന്ന് പറഞ്ഞാല് ഒരു ബീഡും വാല്യൂ ബാറിൽ ടച്ച് ചെയ്യാൻ പാടില്ല. അതിനാണ് സെറ്റ് 0 എന്ന് പറയുന്നത്. നമ്മള് ഇതുപോലെ ഈ വാല്യൂ ബാറിന്റെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. ഇതിപ്പോ ഞാൻ ഇങ്ങനെ കാണിക്കണോണ്ടാണ് ബീഡ് ഇങ്ങോട്ട് വരുന്നത്. നിങ്ങൾ അത് വെച്ചിട്ടാണ്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ബീഡ് ഒന്നുപോലും തട്ടൂല. ഓക്കെ, ഓരോ ക്വസ്റ്റ്യൻ കഴിയുമ്പോഴും സെറ്റ് 0 ചെയ്യണം. സെറ്റ് 0 ചെയ്തിട്ട് വേണം നെക്സ്റ്റ് നമ്പറിലോട്ട് പോവാൻ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ. തം ഫിംഗർ വെച്ചിട്ട് ആഡ് ചെയ്യാം. ടൂള് ഒരു ഫിംഗർ ഒരു ഹാൻഡ് വെച്ചിട്ട് പിടിക്കാട്ടോ. മിസ്സേ താഴെ ഉള്ളതും ചെയ്യണ്ടേ? ആ പേജ് മൊത്തം ചെയ്യണം. ഐറ മെഹറിൻ ചെയ്യുന്നില്ലേ? ഓക്കെ, ആഡ് ചെയ്യേണ്ട തം ഫിംഗർ വെച്ചിട്ടാണ്. 20 വരെ ചെയ്യണം. 20 വരെ ചെയ്യണം. അപ്പൊ ആഡ് ചെയ്യേണ്ട തമ്പ് ഫിംഗർ തം ഫിംഗർ വെച്ചിട്ടാണ് ആഡ് ചെയ്യേണ്ടത്. ടൂൾ ഒരു കൈ കൊണ്ട് പിടിച്ചേ ഐറ. ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ടൂൾ പിടിച്ച അവിടെ വെക്ക, അവിടെ വെക്ക്. ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ഇതുപോലെ പിടിക്ക, ഇതുപോലെ. ലെഫ്റ്റ് ഇടത്തെ കൈ കൊണ്ട് ഇതുപോലെ പിടിക്ക. അതവിടെ വെക്ക്, ടേബിളിൽ വെക്ക. ഓക്കെ, ആ ബുക്കിന്റെ മുകളിലായിട്ട് വെക്ക്. മുകളിലായിട്ട് വെക്ക. ബുക്ക് കാണണം, ബുക്കിൽ എഴുതണ്ടേ? ഓക്കെ, ഇനി പെൻസിൽ ഒരു കയ്യിൽ ഹോൾഡ് ചെയ്ത് പിടിച്ചേ, ലൈക്ക് ദിസ്, ഇതുപോലെ. ഓക്കെ, ഇനി ആഡ് ചെയ്ത് തമ്പ് ഫിംഗർ കൊണ്ട് ലോവർ ബീഡിൽ ആഡ് ചെയ്തേ. ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ആഡ് ചെയ്യണം. ടെൻസ് റോഡിലൊക്കെ ചെയ്യുന്നുണ്ടോ ഐറ? വൺസ് റോഡിലാണ് ചെയ്യേണ്ടത്. ടെൻസ് റോഡിൽ എടുക്കരുത്. വൺസ് റോഡിലെ ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത്. ഏതാ മോള് ചെയ്യുന്നേ? ഏത് ക്വസ്റ്റ്യനാ ചെയ്യുന്നേ? നമ്പർ പറയൂ, ക്വസ്റ്റ്യൻ നമ്പർ പറയാ. 4 ആണ്. 4 ക്വസ്റ്റ്യൻ നമ്പർ 4. ആഡ് 4 ആഡ് ചെയ്തേ വൺസ് റോഡില്. തം ഫിംഗർ വെച്ചിട്ട് 4 ആഡ് ചെയ്യാം.
സെറ്റ് 0 ചെയ്തിട്ട് തം ഫിംഗർ വെച്ചിട്ട് 4 ആഡ് ചെയ്യാം. ഇത്ര എഴുതി കഴിഞ്ഞു. ഓക്കെ, വെരി ഗുഡ്. ഏതാ വൺസ് റോഡ് മോളെ? സെന്ററിലുള്ളതല്ലേ വൺസ് റോഡ്? ഏതാ മോളെ സെന്ററിലുള്ള റോഡ് ഏതാ? സെന്ററിലുള്ള റോഡ് ഏതാ? അതാണ് സെന്ററിലുള്ളത്, നടുവിലുള്ള റോഡ്. അതാണ് വൺസ് റോഡ്. വൺസ് റോഡിലാണ് നമ്മൾ മൂവ് ചെയ്യേണ്ടത്. ഇനി 4 ആഡ് ചെയ്തേ വൺസ് റോഡില്. ഓക്കെ, ഇനി 2 മൈനസ് ചെയ്തേ. ഇൻഡെക്സ് ഫിംഗർ വെച്ചിട്ട് മൈനസ് ചെയ്യാം. ഓക്കെ, ഇനി 1 ആഡ് ചെയ്തേ. ആൻസർ എത്ര കിട്ടിയേ? ആ, അങ്ങനെയാ ചെയ്യണ്ടേ. ഓക്കെ, ഇനി ചെയ്തോ. മാം ഫിനിഷ് ആയി. ഓക്കെ, വെരി ഗുഡ്. ഇനി സെറ്റ് 0 ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആഡ് 3 ആഡ് ചെയ്തേ. തം ഫിംഗർ വെച്ചിട്ട് ആഡ് ചെയ്യാം. ലെസ് 2 ഇൻഡെക്സ് ഫിംഗർ വെച്ചിട്ട് ലെസ് ചെയ്യാം. ആൻഡ് ആഡ് 1. ഓക്കെ, ആഡ് 1 തം ഫിംഗർ വെച്ചിട്ട് വേണം ആഡ് ചെയ്യാൻ. ഇൻഡെക്സ് ഫിംഗർ വെച്ചിട്ടല്ല, തം ഫിംഗർ വെച്ചിട്ട്. ഓക്കെ, ഫിനിഷ് ആയോ? മാം ഫിനിഷ് ആയി. ഓക്കെ, വെരി ഗുഡ്. സോയക്ക് ചെയ്യാൻ പറ്റുന്നില്ലേ? പറ്റുന്നുണ്ട്. ഓക്കെ, സോയ ഹാൻഡിലാണോ കണക്ക് കൂട്ടുന്നേ? ടൂൾ എവിടെ മോളുടെ? ടൂള് വെച്ചിട്ട് ചെയ്യും മോളെ. വെച്ചിട്ട് തന്നെ ചെയ്യണം. എങ്ങനെ? ടൂൾ വെച്ചിട്ട് തന്നെ ചെയ്യണേ. ഐറയല്ല, സോയ. ടൂള് വെച്ചിട്ട് ചെയ്യട്ടാ. ഐറ ഫിംഗറാണ് കറക്റ്റ് യൂസ് ചെയ്യാത്തത്. അത് ആ സമയത്ത് ചെയ്യണില്ല. മറന്നു ഫിംഗർ പോവാണ്. അത് പ്രാക്ടീസ് ചെയ്ത് വരുമ്പോ റെഡി ആയി. ഓൾക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ആഡ് ചെയ്യുന്ന തം ഫിംഗർ വെച്ചിട്ട് ലെസ് ചെയ്യുന്ന ഇൻഡെക്സ് ഫിംഗർ ലോവർ ബീഡില്, അപ്പർ ബീഡില് ആഡ് ചെയ്യുന്ന ലെസ് ചെയ്യുന്ന ഇൻഡെക്സ് ഫിംഗർ വെച്ചിട്ട്. ഓക്കെ, വെരി ഗുഡ്. സോയ ടൂളില് ചെയ്യണം കേട്ടോ. ഫിനിഷ്. ഓക്കെ, വെരി ഗുഡ്. നമുക്ക് അത് ഇടയ്ക്കിടയ്ക്ക് മറന്നു പോവാ ടൂളിന് ചെയ്യാന്. മറന്നു പോകാൻ പാടില്ല. നമ്മൾ അബാക്കസ് അല്ലേ പഠിക്കുന്നേ. അബാക്കസ് പഠിക്കുമ്പോ നമ്മൾ അബാക്കസിൽ വേണ്ടി ചെയ്യാൻ അല്ലേ? അബാക്കസ് പഠിക്കുമ്പോ നമ്മൾ അബാക്കസിൽ ചെയ്ത് പഠിക്കണ്ടേ? ഇപ്പൊ നിങ്ങക്ക് ഫിംഗർ വെച്ചിട്ട് കണക്ക് കൂട്ടാനുള്ള ചെറിയ ചെറിയ നമ്പേഴ്സ് ആയിരിക്കും. കുറച്ച് കഴിയുമ്പോൾ വലിയ നമ്പേഴ്സ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഫിംഗർ വെച്ചിട്ട് ഇങ്ങനെ കണക്ക് കൂട്ടാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ നിങ്ങൾ ആദ്യം ടൂൾ വെച്ചിട്ട് തന്നെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ ഓക്കെ മാം. ഓക്കെ. അയിന ഖദീജക്ക് എന്താ ഒരു ക്ഷീണം പോലെ? ഉറക്കം വരുന്നുണ്ടോ? ഇല്ല. ഓക്കെ, ഒന്ന് ചിരിച്ചിട്ടിരുന്നേ. ഓക്കെ, എല്ലാവർക്കും ഉറക്കം വന്നിട്ടുണ്ടാവും അല്ലേ? ടൈം 9 ആയിട്ടുണ്ടാവും അല്ലേ? 10 വരെ കുഴപ്പമില്ല. കുറച്ച് ദിവസത്തിനല്ലേ നമുക്ക്. ഈ ലോവർ ബീറ്റ്സ് അറിയണത് ഈ താഴത്തുള്ള മുത്തുകളല്ലേ? താഴത്തുള്ള എല്ലാ മുത്തിന്റെയും വാല്യൂ ഒന്നല്ല. വൺസ് റോഡിലാണ് വൺസ് നമ്പേഴ്സ് 1 to 9 വരെ. ടെൻസ് റോഡില് 10, 20, 30 ആയിരിക്കും അത്. നമ്മൾ എല്ലാ വീടിന്റെ വാല്യൂ പഠിച്ചിട്ടില്ല. വൺസ് റോഡിലെയും ടെൻസ് റോഡ് മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. മോക്ക് മനസ്സിലായിട്ടില്ലേ? ഇപ്പൊ ചെയ്തല്ലോ. ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ എനിക്കറിയാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കണമെങ്കിൽ മോള് പറഞ്ഞെടുക്കും. ഐറ പറഞ്ഞെടുക്കൂലേ ഉമ്മക്ക്? പറഞ്ഞെടുക്കൂലേ? ഓക്കെ. ഐറ മോള് ഉഷാറാണല്ലോ.
ഉം. അല്ലേ? ഓക്കെ. നമ്മളിപ്പോ വൺസ് റോഡും ടെൻസ് റോഡും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയുള്ള വീടിനൊക്കെ ഓരോ വാല്യൂ ആണ്. അതിലൊന്നും ഇപ്പൊ തൊടണ്ട. അതൊക്കെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പഠിക്കാം. അപ്പൊ നമ്മൾ കൺഫ്യൂഷൻ ആക്കണ്ട. വൺസും ടെൻസും മാത്രമേ പഠിക്കുന്നുള്ളൂ. ഉം. ഓക്കെ. അപ്പൊ നമുക്ക് ആൻസേഴ്സ് ചെക്ക് ചെയ്താലോ? ഓക്കെ. ഐറ കംപ്ലീറ്റ് ആയിട്ടുണ്ടോ? ഫാത്തിമ ഹന്ന കംപ്ലീറ്റ് ആയിട്ടുണ്ടോ? ഫാത്തിമ ഹന്ന കംപ്ലീറ്റ് ആയിട്ടില്ലേ? എവിടെ വരെ ചെയ്തു? 12. 12 ചെയ്യാൻ പറ്റുന്നുണ്ടോ? Yes. ഓക്കെ. നെക്സ്റ്റ് ഇതിൽ നമ്മൾ ടൈമർ വെച്ചിട്ടായിരിക്കും ചെയ്യുക. അപ്പൊ കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടി വരും. പെന്നല്ല പെൻസിലാണ് വേണ്ടത്. ഓക്കെ. ഓക്കെ. ഹന്ന മോള് എനിക്ക് തോന്നുന്നു സോഫയിലാണ് ഇരിക്കുന്നതെന്ന് തോന്നുന്നു. എവിടെയെങ്കിലും പ്ലേസ് ചെയ്യാതെ മോള് ചെയ്തിട്ടാണ് ഇത്ര സ്ലോ ആവുന്നത്. എനിക്ക് ടൂള് കാണുന്നില്ല. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഹന്ന മോൾ എന്ത് ചെയ്യണം? ഒരു ടേബിളിലോ അങ്ങനെ എന്തിനേലും വെച്ചിട്ട് വേണം അബാക്കസ് ചെയ്യാൻ. ഇപ്പൊ ഐറയുടെയും സോയയുടെയും അദബിയയുടെ ഒക്കെ ടൂള് കാണുന്ന കണ്ടോ? അതുപോലെ എനിക്ക് ടൂള് കാണണം. ടൂള് കാണുന്ന രീതിക്ക് വേണം വർക്ക് ചെയ്യാൻ. എന്നാലുള്ള നിങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തി കഴിഞ്ഞാൽ എനിക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. ഇപ്പൊ ഐറയുടെ മാം പറഞ്ഞെടുത്തില്ലേ, സോയയുടെയും പറഞ്ഞെടുത്തു. അപ്പൊ മോളുടെ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ മോളുടെ ടൂൾ എനിക്ക് കാണണം. ടൂൾ എങ്ങനെയാ ചെയ്യുന്നതെന്ന് എനിക്ക് കാണണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ എന്ത് ചെയ്യണം? മോൾ എവിടെയെങ്കിലും ഒരു ടാബിളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ക്യാമറ പ്ലേസ് ചെയ്യാം. എന്നിട്ട് ടൂള് അതുപോലെ എവിടെയെങ്കിലും ടാബിളിലോ എന്തിലേലും വെക്കുക. എന്നിട്ട് ക്യാമറ ടൂള് കാണുന്ന രീതിക്ക്, ടൂളെയും മോളെയും കാണുന്ന രീതിക്ക് വെക്കുക. ഓക്കെ. മോള് ടൂള് മടിയിലാണോ വെച്ചിട്ടുള്ളപ്പോ? എവിടെ വെച്ചിട്ടുള്ള ടൂള്? താഴെ വെച്ചിട്ടാണോ? മടിയിലാണോ? Yes. ആ, അതാണ് മോൾ ഇത്ര സ്ലോ ആവുന്നേ. എവിടെയെങ്കിലും വെച്ച് ചെയ്താൽ സ്പീഡിൽ ചെയ്യാൻ കഴിയും. കുഴപ്പമില്ല കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ ക്യാമറ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് വെക്കുക കേട്ടോ. ടേബിളിൽ വെച്ചാൽ മതി. മോളെ വീട്ടിൽ ടേബിൾ ഇല്ലേ? Current ഇല്ല. കറണ്ട് ഇല്ലേ? നല്ല ക്ലിയർ ഉണ്ടല്ലോ, കാണാലോ. മോളെ നല്ല കറക്റ്റ് ആയിട്ട് കാണാലോ. Inverter ഉണ്ട്. ആ, ഇൻവേർട്ടർ അല്ലേ? അപ്പൊ അവിടെ അടുത്തൊന്നും ക്യാമറ ഇതില്ലേ? ടേബിൾ ഇല്ലേ? ഇല്ലേ? ഓക്കെ ഓക്കെ. എവിടെയെങ്കിലും ഒന്ന് പ്ലേസ് ചെയ്യണേ. ടൂള് മടിയിൽ വെച്ച് കഴിഞ്ഞാൽ മോള് ഒരു ബീഡ് 1 ആഡ് ചെയ്തു. മോളെ കാലൊന്ന് ഇളക്കി കഴിഞ്ഞാൽ ആ 1 ഇങ്ങോട്ട് തന്നെ പോരും. മനസ്സിലായോ? അതുകൊണ്ടാണ് പറയുന്നത് എവിടെയെങ്കിലും ഒന്ന് പ്ലേസ് ചെയ്യണമെന്ന്. അപ്പൊ നമ്മുടെ ആൻസേഴ്സ് ഒക്കെ തെറ്റിപ്പോവും. ഓക്കെ. നമ്മൾ എവിടെയെങ്കിലും വെച്ചിട്ട് വേണം ഇത് ചെയ്യാന്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്ലാസ്സിൽ ശ്രദ്ധിക്കണേ. Yes. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൻസേഴ്സ് ചെക്ക് ചെയ്യാം. മോള് 12th വരെ ചെയ്തില്ലേ? ബാക്കി ചെയ്യാട്ടോ, കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാട്ടോ. ഓക്കെ. 12th വരെയുള്ള ആൻസർ നോക്കണേ. ഫസ്റ്റ് വൺ 3. റൈറ്റ് ആയവര് ടിക്ക് ഇടുക. നിങ്ങൾ തന്നെ ടിക്ക് ഇടുക. 3, 4, 2, 3, 2, 1, 2, 3, 0, 3, 4, 3, 3, 2, 4, 1, 3, 0, 2, 4. കറക്റ്റ് ആണോ? എനിക്ക് ഇത് ക്വസ്റ്റ്യന് തെറ്റിപ്പോയി. എത്ര ആൻസർ കിട്ടിയേ? ഒന്നുകൂടി ചെയ്തോക്കേ. മോൾ ഒന്നുകൂടി ചെയ്തോക്കേ. വേറെ ആരുടെ തെറ്റിയേ? ഫുള്ള് ശരിയായവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. ഓക്കെ. അദബിയുടെ വെരി ഗുഡ് കേട്ടോ. ഓക്കെ.
ഫുള്ള് ശരിയായവരൊന്ന് വെരി ഗുഡ് ഇട്ടോളൂ സൈഡില്. അയിനയുടെ ഏതാ തെറ്റിപ്പോയേ? അയിനയുടെ ഏതാ തെറ്റിപ്പോയേ? അയിന എന്റെ ഫുൾ ശരിയാ. ഫുള്ള് ശരിയാ, വെരി ഗുഡ്. ഫാത്തിമ, ഹന്ന, ഐറയുടെ ശരിയാണോ? മെഹറിൻ 19ാമത് തെറ്റാണ്. ഏതാ തെറ്റിപ്പോയേ? 19. 19. ഒന്നുകൂടി ചെയ്ത് നോക്കിയേ. 3 ആണ് ആൻസർ. കറക്റ്റ്, വെരി ഗുഡ്. ഹന്നയുടെ 12th വരെ കറക്റ്റ് ആണോ? യെസ്. ഓക്കെ, വെരി ഗുഡ്. കുറച്ചുകൂടി സ്പീഡ് ആക്കാന് ഒന്ന് എവിടെയെങ്കിലും പ്ലേസ് ചെയ്താൽ മോക്ക് സ്പീഡിൽ ചെയ്യാൻ പറ്റും. പ്ലേസ് ചെയ്യാത്തതിന്റെ പ്രശ്നമാണ്, മോളിൽ സ്ലോ ആവുന്നേ. ഓക്കെ ഓക്കെ. നെക്സ്റ്റ് ക്ലാസ്സിൽ എവിടെയല്ലെങ്കിലും നിലത്തെങ്കിലും വെച്ചോ, കുഴപ്പമില്ല. ഫോണൊന്നും എവിടെയെങ്കിലും വെച്ചിട്ട് താഴെ വെച്ചാലും മതി. പക്ഷെ എവിടെയെങ്കിലും ഒന്ന് വെക്കണം, കാലിലൊന്നും വെക്കരുത്. ഓക്കെ ഓക്കെ. ഐറ ചെയ്തോ? റോങ് ആയത് ഒന്നുകൂടി ചെയ്തോ? കറക്റ്റ് ആയോ? ഓക്കെ, വെരി ഗുഡ്. സോയയുടെ ഫുള്ള് കറക്റ്റ് ആണോ? വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ എല്ലാരും ഉഷാറാണ് അല്ലേ? ഫസ്റ്റ് പേജ് അങ്ങനെ സക്സസ്ഫുള്ളി നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. എല്ലാരും ഒന്ന് ഹാപ്പി അല്ലേ? എല്ലാരും ഹാപ്പി അല്ലേ? അപ്പൊ നിങ്ങള് ഫസ്റ്റ് പേജ് കംപ്ലീറ്റ് ചെയ്തു. ഇനി സെക്കൻഡ് പേജ് എടുത്തേ, അല്ല ഐ മീൻ 5th പേജ് എടുത്തേ. I don't hear that. 5th പേജ് എടുക്ക. 5th പേജ് നമ്പർ 5. മോളുടെ ഫോണിന്റെ വോളിയം ഒന്ന് കൂട്ടി നോക്കിയേ. എല്ലാവർക്കും ക്ലിയർ അല്ലേ ഞാൻ പറയുന്നേ? ആർക്കെങ്കിലും സൗണ്ട് കുറവുണ്ടോ? ഇല്ല. ഇല്ലല്ലോ. അപ്പൊ ഹനാന്റെ വോളിയം ഒന്ന് കൂട്ടി നോക്കിയേ സൈഡില്. ഓക്കെ, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 5th പേജ് എടുക്കുക. ഇനി നമ്മൾ ടൈമർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇനി ടൈമർ ഉണ്ട്, 10 മിനിറ്റ്സ് കൊടുക്കും. 10 മിനിറ്റ്സിന്റെ ഉള്ളിൽ ഫിനിഷ് ചെയ്യാം. ആരാ ഫസ്റ്റ് ഫിനിഷ് ചെയ്യുന്നതെന്ന് നോക്കട്ടെ. ആരും ടെൻഷൻ അടിക്കൊന്നും വേണ്ട. ഫസ്റ്റ് ഫിനിഷ് ചെയ്യില്ലാന്ന് വെച്ചിട്ട് ആരും ടെൻഷൻ അടിക്കണ്ട. 10 മിനിറ്റ്സ് ഉണ്ട്. പക്ഷെ സ്പീഡാണ് നമ്മളെ അബാക്കസിന്റെ മെയിൻ ഇതെന്ന് പറയുന്നത്. അപ്പോ ആരാ ഫസ്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. സെയിം പാറ്റേൺ തന്നെയാണ്. ആഡ് ചെയ്യുന്ന തം ഫിംഗർ, ലെസ് ചെയ്യുന്ന ഇൻഡെക്സ് ഫിംഗർ. ലോവർ ബീഡില് അപ്പർ ബീഡിൽ ആഡ് ചെയ്യാനും ലെസ് ചെയ്യാനും ഇൻഡെക്സ് ഫിംഗർ. ഈ ഒരു മെത്തേഡിൽ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ടൂള് പിടിക്കണം. ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് എല്ലാവരും ടൂള് പിടിക്കുക. ആരുടെ ലെഫ്റ്റ് ഹാൻഡ് ഫ്രീ ആയി കാണരുത്. ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ടൂള് പിടിക്കുക. എല്ലാരും ഒന്ന് ആ ഒരു ടൂള് പിടിച്ചിട്ട് നിന്നേ. ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ടൂള് പിടിച്ചിട്ട് അവിടെ വെക്ക്. സോയ അവിടെ വെച്ചോ, ടേബിളിൽ വെച്ചോ. ഓക്കെ, ഇനി ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ടൂള് പിടിക്കുക. റൈറ്റ് ഹാൻഡിൽ പെന്നും വെച്ചിട്ട് ഇരുന്നേ. ഓക്കെ, റസ്മിൻ അലി ടൂളിൽ വേണം കേട്ടോ ചെയ്യാൻ. ഓക്കെ, അപ്പൊ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. സ്റ്റാർട്ട് ചെയ്തോളൂ. ലോവർ ബീഡിൽ ആഡ് ചെയ്യുന്ന തമ്പ് വെച്ചിട്ട്, ലെസ് ചെയ്യുന്ന ഇൻഡെക്സ് ഫിംഗർ വെച്ചിട്ട്. റസ്മിൻ ടെൻസ് റോഡിൽ ചെയ്യുന്നുണ്ടോ? ടെൻസ് റോഡില് സെറ്റ് 0 ചെയ്തിട്ട് വേണം അടുത്ത ചെയ്യാൻ. ഓക്കെ 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 ഓക്കെ. ആഡ് ചെയ്യുന്ന ഇൻഡെക്സ് ഫിംഗർ വെച്ചിട്ടല്ല, തം ഫിംഗർ വെച്ചിട്ടാണ് റസ്മിൻ. തം ഫിംഗർ വെച്ചിട്ട് ആഡ് ചെയ്യാം. പെൻസിൽ കറക്റ്റ് ആയിട്ട് ഹോൾഡ് ചെയ്ത് പിടിക്കാം. ഞാൻ കാണുന്നുണ്ട്, ചിരിക്കണ്ട. തം ഫിംഗർ വെച്ചിട്ട് ആഡ് ചെയ്യാം. ഇൻഡെക്സ് ഫിംഗർ വെച്ചിട്ട് ലെസ് ചെയ്യാം. സ്പീഡ് കൂടണ്ട. സ്പീഡ് കൂടാതെ മെല്ലെ ചെയ്താൽ മതി. അപ്പൊ അതൊക്കെ ചെയ്യാൻ തോന്നും.
സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഏതെങ്കിലും ഫിംഗർ വെച്ചിട്ട് ചെയ്യുന്നേ. ഹനാൻ ഫാത്തിമയുടെ ടൂള് കാണുന്നില്ലേ? ആറ് പേരേ ഉള്ളൂ അല്ലെ ജോയിൻ ചെയ്തിട്ട്. നമ്മൾ ടീമിൽ എത്ര പേരുണ്ട്? ഇനി നെക്സ്റ്റ് ക്ലാസ് ആവുമ്പോ അവർക്ക് പിന്നെയും ഡൗട്ട് ആവും. അപ്പൊ നമ്മളെ ടൈം എടുത്തിട്ട് വേണ്ടി വരും അവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്. ചെയ്യില്ലേ? ഫിനിഷ് ആയോ? ജോയിൻ ചെയ്യുന്നില്ലേ ജോയ? അത് ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ എന്തൊരു ഡൗട്ട് തോന്നപ്പോ മനസ്സിൽ കാൽക്കുലേറ്റർ ചെയ്ത. എങ്ങനെ? എന്തൊരു ഡൗട്ട് തോന്നിയപ്പോ മനസ്സിൽ കാൽക്കുലേറ്റർ ചെയ്തതാ. ഓക്കെ, മനസ്സിൽ ഇപ്പൊ കാൽക്കുലേറ്റ് ചെയ്യണ്ട. നമ്മളിപ്പോ ടൂളിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, തെറ്റിപ്പോയാലും കുഴപ്പമില്ല. കാൽക്കുലേറ്റ് ചെയ്ത് റെഡി ആക്കൊന്നും വേണ്ട. മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്ത് റെഡി ആക്കണ്ട. തെറ്റിപ്പോയാലും നമ്മൾ ടൂളിൽ തന്നെ നമ്മൾ കറക്റ്റ് ചെയ്യണം. ഓക്കെ ഓക്കെ. ബോത്ത് ഹാൻഡ്സ് റൈറ്റ് ഹാൻഡ് വെച്ചിട്ടാണ് ബീഡ് മൂവ് ചെയ്യുന്നത്. ലെഫ്റ്റ് ഹാൻഡ് വെച്ചിട്ട് ബീഡ് മൂവ് ചെയ്യരുത്. ലെഫ്റ്റ് ഹാൻഡ് ടൂൾ പിടിക്കണം. റൈറ്റ് ഹാൻഡ് വെച്ചിട്ട് വേണം ബീഡ് മൂവ് ചെയ്യാൻ. വൺസ് റോഡില് ഒന്ന് ചെയ്ത് കാണിച്ചേ. ഏതപ്പൊ ചെയ്യുന്നേ? ഏത് നമ്പർ? ഏത് ക്വസ്റ്റ്യനാ ചെയ്യുന്നേ സോയ? ഇപ്പൊ ഏത് ക്വസ്റ്റ്യനാ ചെയ്യുന്നേ? ഇപ്പോൾ നമ്പർ 5. 5. ആഡ് 3 ചെയ്തേ ടൂളില്. അവിടെ വെക്ക് അവിടെ വെക്ക്. ഓക്കെ, ഇനി ആഡ് 3. ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ടൂള് പിടിച്ചേ. ഓക്കെ, ഇനി വലത് കൈ കൊണ്ട് ബീഡ് മൂവ് ചെയ്യാം വൺസ് റോഡില്. പെണ്ണ് എവിടെ? പെണ്ണ് ഇതാ ഇതുപോലെ പിടിച്ചേ. ഓക്കെ, ഇനി ആഡ് 3 ആഡ് ചെയ്യാ വൺസ് റോഡില്. ആഡ് ചെയ്യാണ് തം ഫിംഗർ. ഓക്കെ, ഇനി 2 ലെസ് ചെയ്യാ. 3 ആഡ് ചെയ്തിട്ട് 2 ലെസ് ചെയ്യാ. 3 2 ലെസ് ചെയ്തേ. 2 ലെസ് ചെയ്തു. ഓക്കെ, ഇനി 5 ആഡ് ചെയ്യാ. ആൻസർ എത്ര കിട്ടിയേ? 6. എഴുതിക്കോ. ടൂൾ അവിടെ വെക്കണം കേട്ടോ. ആ വാക്കില് ഓക്കെ, 4 മിനിറ്റ്സ് ആയിട്ടുണ്ട്. 10 മിനിറ്റ്സ് ആയാൽ നമ്മൾ ഫിനിഷ് ആവും. 10 മിനിറ്റ്സേ ഉള്ളൂ. 4 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഐറ, ലോവർ ബീഡിൽ ആഡ് ചെയ്യേണ്ടത് തം ഫിംഗർ വെച്ചിട്ടാണ്. ലെസ് ചെയ്യേണ്ടത് ഇൻഡെക്സ് ഫിംഗർ വെച്ചിട്ടാണ്. സോയ ചെയ്യുന്നില്ലേ? എന്തുപറ്റി? മൈക്ക് മ്യൂട്ടാണ്, എനിക്ക് കേൾക്കുന്നില്ല. ഞാൻ ചെയ്യുന്നുണ്ട്. അത് ഞാൻ എന്താ കാണുന്നില്ല. ഇത് ഇന്ന് ചെയ്യുന്നത് അതാണ്. ഓക്കെ, സെറ്റ് 0 ചെയ്തേ. ഓക്കെ, സെറ്റ് 0 ചെയ്തേ.
ആ മാം ഫിനിഷ് ആയോ? 18ാമത്തെ എത്ര? അത് ആൻസർ പറഞ്ഞുതരും. എനിക്ക് കിട്ടിയ പറഞ്ഞു കൊടുക്കണ ഇപ്പൊ ചെയ്യാൻ പറ്റാത്തത് സ്കിപ്പ് ചെയ്യാ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാ. ഇത് ചെയ്താ ഇത് തെറ്റാണോ നോക്ക് പിന്നെ ചെയ്ത് നോക്ക്. തെറ്റുള്ളതൊക്കെ അവിടെ നിന്നോട്ടെ. നമ്മൾ ആൻസർ ചെക്ക് ചെയ്യുമ്പോ നമ്മൾ റൈറ്റ് ആക്കിയാ മതി. ഉം. കംപ്ലീറ്റ്. ഓക്കെ, വെരി ഗുഡ്. ടൈം വന്നിട്ട് 7 minutes 8 seconds. അത് അവിടെ മുകളിൽ എഴുതി വെക്കാം കേട്ടോ. ടൈം ടേക്കൺ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ടൈം ടേക്കന്റെ അവിടെ എഴുതി വെക്കുക 7 minutes 12 seconds. സോയ എന്താ ചെയ്യാത്തെ? ഞാൻ ചെയ്യുന്നുണ്ട് മാം, കാണുന്നില്ല. ഞാൻ ഇതിങ്ങനെ how many time? 7 minutes 12 seconds. ചെയ്യുന്നുണ്ടോ? ഓക്കെ, എനിക്ക് കാണാം. എനിക്ക് മോളുടെ ടൂള് കാണാം. മാം കഴിഞ്ഞു. ഓക്കെ, വെരി ഗുഡ്. 7 minutes 55 seconds. മാം കഴിഞ്ഞു. 7 minutes 58 seconds. ആഡ് ചെയ്യേണ്ടത് തം ഫിംഗർ വെച്ചിട്ടാണ് സോയ. റൈറ്റ് ഹാൻഡ് മോള് ഏത് കൈ കൊണ്ട് എഴുതല് സോയ? റൈറ്റ് ഹാൻഡ് വെച്ചിട്ട് തന്നെയല്ലേ? ലെഫ്റ്റ് അല്ലല്ലോ? ലെഫ്റ്റ് ഹാൻഡർ അല്ലല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ റൈറ്റ് ഹാൻഡ് വെച്ചിട്ട് ബീഡ് മൂവ് ചെയ്തേ. മോളുടെ ബുക്ക് എവിടെ? ബുക്ക് കുറച്ച് ഇങ്ങോട്ട് നീക്കേ. എന്നിട്ട് ബുക്കുമ്പോ ടൂള് വെക്ക്. ഓക്കെ, ഇനി ചെയ്തോക്കിയേ. ഹന്നയുടെ കഴിഞ്ഞോ? 10 minutes ആവാറായിട്ടുണ്ട്. 10 minutes കഴിഞ്ഞാൽ നമ്മള് സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, 10 minutes ആയിട്ടുണ്ട്. 10 minutes അല്ല, 10 minutes കഴിഞ്ഞിട്ടുണ്ട്. സോയ പെട്ടെന്ന് ചെയ്യണേ. ഹന്നയുടെ ഫിനിഷ് ആയോ? യെസ് മാം. ഓക്കെ, ഈ സോയയുടെ കൂടെ ഉള്ളു ഫിനിഷ് ആവാനേ. ഓക്കെ, വേഗം ചെയ്തോ. സ്പീഡ് അപ്പ്.
എന്താ ഹന്നക്ക് ഭയങ്കര ചിരി? ചെയ്തു ഹനാന് കഴിഞ്ഞു. നല്ല കുട്ടിയാണോ? ഹനാൻ എന്താ ഇത്ര ചിരിക്കാന്? ഉം വെരി ഗുഡ്. ഹനാന് ക്യാമറ ഓഫ് ചെയ്തു. മിസ് എന്ത് പറ്റി ഹനാന്? ചിരിച്ച എന്തിനാന്ന് ചോദിച്ചിട്ടാണ് ക്യാമറ ഓഫ് ചെയ്തേ? മിസ് പറഞ്ഞ നമ്മളോട് ഒന്ന് അറിയിട്ടടോ, നമ്മള് ചിരിക്കാ. ഓക്കെ, നമുക്ക് ആൻസേഴ്സ് ചെക്ക് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് വൺ 6. സോയ ചെയ്ത ആൻസേഴ്സ് ഒന്ന് നോക്കണേ. ഓക്കെ, റൈറ്റ് ആയത് ടിക്ക് ഇടാ കേട്ടോ. ഫസ്റ്റ് വൺ 6, സെക്കൻഡ് വൺ 6, 6, 9, 6, 8, 6, 5, 7, 8, 5, 2, 6, 8, 1, 4, 2, 8, 4, 1. മാം എല്ലാം കറക്റ്റാ. മാം എല്ലാം കറക്റ്റ്. സോയയുടെ ഫുള്ള് കറക്റ്റ് ആണോ? ഫസ്റ്റത്തെ ശരിയല്ല മിസ്. ശരിയല്ല, വണ്ണാണ്. ഒന്നുകൂടി ചോദിച്ചത്, ഒന്നുകൂടി പറയാൻ പറഞ്ഞു. ഐറയുടെ ഫുള്ള് കറക്റ്റ് ആണോ? എത്ര തെറ്റിപ്പോയേ? 1, ഉം, 12, ഉം, 13 ഉം. മാത്രമേ പറ്റുള്ളൂ. ഓക്കെ, അതൊന്നുകൂടി ചെയ്ത് നോക്കണേ. വേറെയുള്ളവരുടെയൊക്കെ ബാക്കിയുള്ളവരുടെയൊക്കെ കറക്റ്റ് ആണോ? ഓക്കെ, മിസ് എന്റേതൊന്ന് തെറ്റി. ഏതാ തെറ്റിയേ? ചോദിച്ചു 12 12ഓ? ഐന ഖദീജയാണ് അല്ലേ? ഓക്കെ, 12 ഒന്നുകൂടി ചെയ്ത് നോക്കിയേ. അപ്പൊ ശരിയാക്കി. ഓക്കെ, വെരി ഗുഡ്. അങ്ങനെ നമ്മളെ തെറ്റുകൾ നമ്മുടെ മിസ്റ്റേക്ക് നമ്മൾ തന്നെ കറക്റ്റ് ആക്കി കഴിഞ്ഞാല് പിന്നെ നമുക്ക് ഒരു ഡൗട്ടും ഉണ്ടാവും. ഒന്നാമത്തെ എത്ര? 6 തന്നെയല്ലേ ആൻസറോ? ആൻസർ 6. 6 ആണ് കിട്ടിയ ആൻസർ ഇപ്പൊ. നേരത്തെ കിട്ടിയത് നമുക്ക് കൺഫ്യൂഷൻ അതല്ലേ. 6 തന്നെയാണ്. ഓക്കെ, സെക്കൻഡ് വൺ 6 ആണ്. 12th വൺ 2 ആണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ടൈം കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്യാ, പേജ് നമ്പർ 6 ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. ഇത് സെയിം പാറ്റേൺ തന്നെയാണ്, ഡയറക്ട്ലി ആഡ് ചെയ്യാനും ലെസ് ചെയ്യാനുള്ളതാണ്. പേജ് നമ്പർ 6 ഹോംവർക്ക് ആണ്. അതുപോലെ തന്നെ ബി ബുക്കിലെ പേജ് നമ്പർ 6 വരെ, ബി ബുക്കിലെ പേജ് നമ്പർ 6 വരെയും എ ബുക്കിലെ പേജ് നമ്പർ 6ഉം. ഓക്കെ, ഹോംവർക്ക് ചെയ്യാം. ഉള്ളത് നോക്കത്തില്ലേ? എങ്ങനെയാ? ബി ബുക്കിനകത്തുള്ളത് നോക്കത്തില്ലേ? ബി ബുക്കിനകത്ത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ബുക്കല്ല, നമുക്ക് രണ്ടും കൂടി നമ്മൾ ബുക്കില് അല്ല ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റൂലല്ലോ 15 ക്ലാസ്സിന്റെ ഉള്ളില്. അതുകൊണ്ടാണ് ബി ബുക്ക് ഡിസ്കസ് ചെയ്യാത്തത്. പക്ഷെ ബി ബുക്ക് ചെയ്യണം. ബി ബുക്ക് ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ബി ബുക്കിന്റെ ഫോട്ടോസ് ഒക്കെ വിടാൻ പറയും ഗ്രൂപ്പില്. അപ്പൊ അതൊക്കെ സെൻഡ് ചെയ്ത് തരേണ്ടി വരും. അപ്പൊ നിങ്ങൾ ബി ബുക്ക് ഇപ്പൊ ചെയ്യണ്ട, അത് നോക്കുന്നില്ല എന്നൊന്നും പറഞ്ഞിരിക്കണ്ട. ബി ബുക്ക് ഇതിന്റെ കൂടെ പോയി കഴിഞ്ഞാൽ എക്സ്ട്രാ വർക്ക് കുറയും. അപ്പൊ എന്ത് ചെയ്യാ, ബി ബുക്ക് ഇതിന്റെ കൂടെ തന്നെ പോവാ. ഓക്കെ, അതാകുമ്പോ ഒരു ദിവസം ഒരു 3 പേജ് 2 പേജ് ഒക്കെ വരുള്ളൂ. 1 പേജ് 2 പേജ് ഒക്കെ വെച്ച് ചെയ്താല് നെക്സ്റ്റ് ക്ലാസ് ആകുമ്പോഴേക്ക് ബി ബുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ പോകും എല്ലാരും. ഓക്കെ, എ ബുക്കും ബി ബുക്കും കൂടി നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാലുള്ള നിങ്ങൾക്ക് നല്ല പ്രാക്ടീസ് ആവുക. ഓക്കെ ഓക്കെ, അപ്പൊ പേജ് നമ്പർ 6 ഹോംവർക്ക് ആയിട്ട് ചെയ്യാം.
പേജ് നമ്പർ 6 വരെ ബി ബുക്കിലും ചെയ്യാം. ഇനി പേജ് നമ്പർ 9 നമ്മള് ഫോർമുലാസ് ആണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഫോർമുലാസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോ ഇതുവരെയുള്ള ക്ലാസ്സുകളൊക്കെ എല്ലാവർക്കും ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോ ഫോർമുലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോ എല്ലാരും ക്ലാസ്സിൽ കറക്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യാ, കറക്റ്റ് ടൈമിൽ ജോയിൻ ചെയ്യാ, ആരും ലേറ്റ് ആവരുത്. ഓക്കെ. ഒരു ക്ലാസ് മിസ്സായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അത് ക്യാച്ച് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. റെക്കോർഡ് കണ്ടാലൊക്കെ നമുക്ക് കൺഫ്യൂഷൻ വരും. അപ്പൊ ക്ലാസ്സിൽ ലൈവ് ആയിട്ട് തന്നെ അറ്റൻഡ് ചെയ്യുക. ഓക്കെ, ഓൺ ടൈമിൽ അറ്റൻഡ് ചെയ്യുക. അത്രയും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രമേ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാതിരിക്കാൻ പാടുള്ളൂ. പാടില്ല, പക്ഷെ എന്നാലും അത്രയും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം. ഓക്കെ ഓക്കെ. അപ്പൊ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. എല്ലാവരും പോയി കടന്നുറങ്ങിക്കോളൂ കേട്ടോ. Good Okay. Good night. See you in the next class. അയിനമോളെ കാണാനല്ലോ. അയിനമോള് ലെഫ്റ്റ് അടിച്ചോ? Okay. See you in the next class. Bye. 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 ബൈ. Bye.